ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിനെ വിധിക്കാനും പിടിക്കാനും തക്കം പാർത്തിരുന്ന ഒരു ജനസമൂഹത്തെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നു. അവർ പറയുന്നത് ഇവൻ ആരാണെന്ന് നമുക്കറിയാം. ഇവന്റെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും നമുക്കറിയാം. അതിനാൽ തന്നെ ഇവൻ ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ക്രിസ്തു എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. നമ്മളും ഇവരെ പോലെയുള്ളവരായി മാറാറുണ്ട്. നാമും കാഴ്ചയിൽ വിലയിരുത്തുന്നവരായി മാറിപ്പോകുന്നു. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ബാഹ്യരൂപം മാത്രം നാം തിരഞ്ഞെടുക്കുന്നു. ബാഹ്യത്തിന് അപ്പുറം ആന്തരികതയിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു കാര്യം കാണുമ്പോൾ ഇതിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ധാരണയ്ക്കപ്പുറം, നമ്മുടെ അറിവിനപ്പുറം, നമ്മുടെ ചിന്തയ്ക്കപ്പുറം കാര്യങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയാം. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു തന്നെ അയച്ച പിതാവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നുണ്ട്. ഒത്തിരിയേറെ പേർ യേശുവിനെ വിധിക്കാൻ തക്കം പാർത്തിരുന്നിട്ടും യേശു ഒട്ടും മടി കൂടാതെ തൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ പ്രലോഭനങ്ങളുണ്ടാവും. നമ്മെ ഏൽപ്പിച്ച ദൗത്യം കൈവിടാതെ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉള്ളിലുണ്ടാവണം. ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ കാഴ്ചയിൽ മാത്രം വിലയിരുത്തുന്നവരായി മാറാതെ ആന്തരികതയിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കാനും അതോടൊപ്പം തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകി ഉത്തമ ക്രിസ്തു ശിഷ്യനായി ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.